ഇന്ന് തക്കടൂന് നാളെ തൊട്ട് ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ പോകും. അപ്പോൾ ആദ്യമായിട്ട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് റാഗിയാണ്. അപ്പോൾ ഞങ്ങൾ റാഗിയുടെ പൊടി വാങ്ങാൻ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് കുഞ്ഞുണ്ടായതിന് ശേഷം ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ബേബി ഫുഡ് കൊടുക്കാൻ പറ്റിയ കട എവിടെ. എൻ്റെ ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഷോപ്പ് ഏതാ, എവിടുത്തെ ഏത് ബ്രാൻഡ് വാങ്ങണം എന്നൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ ഇത് മാമംഗലം പാലാരിവട്ടം ഇവിടെ ഇത് സജസ്റ്റ് ചെയ്യാണ്. കാരണം കപ്പക്കാല സജസ്റ്റ് ചെയ്യാണ്. കാരണം ഞാനിവിടെ നേരത്തെ നമുക്കറിയാവുന്നൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ ഓർഗാനിക്കായിട്ടാണ് ഉണ്ടാക്കണത്, ലൈവായിട്ട് തന്നെ. അത് ഇവിടെ തന്നെ കാണാൻ പറ്റും. നല്ല അപ്പോൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടുന്നാണ് അവന് വാങ്ങേണ്ട റാഗിയാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വാങ്ങുന്നത്. അത് കൊടുത്ത് നോക്കിയിട്ട് ഓരോന്നായിട്ട് വാങ്ങാമെന്ന് വെച്ചു. ബാ റാഗിപ്പൊടി അവിടെ പറഞ്ഞാൽ മതി. ഇതാണെന്ന് തോന്നുന്നു റാഗി അല്ലേ? ഇതാണോ? കടുകാണോ? എങ്ങനെ ബേബീസിന് കൊടുക്കണ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡാണ്. അപ്പോൾ നോർമൽ റാഗിയാണ് കുറച്ചുകൂടെ നല്ലത്. സ്പ്രൗട്ടറാണ് ഹെൽത്ത് വൈസ് നല്ലത്. മാക്സിമം റാഗി ഒന്ന് കൊടുത്ത് ശീലിച്ചിട്ട് പിന്നെ സ്പ്രൗട്ടർ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റെഗുലർ ആയിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് മുളപ്പിച്ചതാ. കാരണം ഫൈബർ കണ്ടന്റ് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ വരുന്നത് സ്പ്രൗട്ടറിലാണ്. പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ ഇതൊന്ന് ട്രൈ മാക്സിമം നല്ല ലൂസ് ആക്കിയിട്ട് കൊടുത്താൽ മതി. സ്പ്രൗട്ടർ കൊടുത്തോളാം. കണ്ണങ്ക നമ്മൾ ഇത് കൊടുത്തതിന് ശേഷമല്ലേ കണ്ണങ്ക? അങ്ങനല്ലേ ഇതും കൊടുക്കാൻ ഒരു 70% കണ്ണങ്കായപ്പൊടി. ഫസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് കണ്ണങ്കായ ഉണ്ട്, ബനാന ഉണ്ട്. അതില് കണ്ണങ്കായാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ റാഗി മാറി മാറി കൊടുക്കാം. പിന്നെ ഈ സാധനം ഓൾട്ടർനേറ്റ് നമുക്ക് മാറ്റിയിട്ടും കൊടുക്കാം. ഒരു ഐറ്റം മാത്രം കൊടുക്കണമെന്നില്ല. കാരണം അവർക്ക് ഒരേ സെയിം ടേസ്റ്റ് മാറ്റി പിന്നെ ഈ പറഞ്ഞ പോലെ മാക്സിമം ഷുഗർ ഇല്ലാണ്ട് കൊടുക്കുക. അപ്പൊ കണ്ണങ്കായ്ക്ക് അത്രയും ഇഷ്ടപ്പെടാൻ പറ്റിയ ടേസ്റ്റ് അല്ല വരുന്നത്. അല്ല നമ്മൾ ഇതിനകത്ത് പനങ്കൽക്കണ്ടം കൂടി മിക്സ് ചെയ്തിട്ടല്ലേ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൊടുക്കണായിരിക്കും നല്ലത്. മാക്സിമം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഷുഗർ ഇല്ലാണ്ട് കൊടുക്കുക. ഏറ്റവും എത്രത്തോളം ഷുഗർ ഇല്ലാണ്ട് കഴിക്കണം അത്രത്തോളം നല്ലതാണ്. അപ്പൊ തീരെ കഴിക്കുന്നില്ലെങ്കിൽ മാത്രം പനങ്കൽക്കണ്ടം ഇവിടെ ഉണ്ടോ? പനങ്കൽക്കണ്ടം ഉണ്ട്. അതുപോലെ നമ്മുടെ കരിപ്പെട്ടി ഉണ്ട്, കയ്യിലിരിപ്പുണ്ട്, വാങ്ങിച്ചു വെച്ചിരുന്നു. പനങ്കൽക്കണ്ടന്റെ പൊടിയുണ്ട്, നമ്മൾ പൗഡർ ചെയ്തതുണ്ട് ഉണ്ടല്ലേ. എന്നാ പൊടിയായിരിക്കും നല്ലത്. കാരണം അത് പിന്നെ നമ്മളെന്തോ പൊട്ടിച്ച് കഴിഞ്ഞാലൊരു കണ്ടെയ്നറിലാക്കി വെക്കണം. ഇപ്പൊ നമ്മള് ഈ റാഗി പൗഡർ മറ്റേത് കൊണ്ടുവന്ന പോലെ തന്നെ ഷുഗർ പൗഡർ അങ്ങനെ കീപ്പിക്കണം. ഷുഗർ ആണെങ്കിൽ അത്രയും കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും ഇരുന്നോളൂ. അപ്പം നിങ്ങൾക്ക് 250 എടുത്ത് വന്നിട്ട് നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാ. അപ്പോൾ ഈ കട ഞാനൊരു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഞാൻ ഈ കട ഒരു വട്ടം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് വന്നേക്കുന്നത്. ആദ്യം റാഗിയും എന്തായാലും ഇതുകൂടെ വാങ്ങാം അല്ലേ, കണ്ണങ്കായയും കൂടി രണ്ടും കൂടി ഒന്ന് വാങ്ങി നോക്കാം. കാരണം ഒരേ ഫുഡ് തന്നെ കൊടുത്ത് ഇഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ മറ്റേത് കഴിച്ചില്ലെങ്കിലും അറിയില്ല. നമ്മൾ ഹാൻഡ് മെയ്ഡ് ആണ്, പാക്കിംഗ് എല്ലാം ഫുള്ളി ഓർഗാനിക് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്യണേ. ഇത് എത്രയാ റേറ്റ് വരുന്നത്? ഇത് അല്ല അത് നോക്കിയിട്ടേ ഫസ്റ്റ് അറിയില്ല. 250 ഇത്രയുണ്ടല്ലേ? 250 വരില്ല. ഇത് കണ്ണങ്കായ അല്ലേ? പനങ്കൽക്കണ്ടം അല്ലേ? കണ്ണങ്കായം കൂടി എടുത്തോ. 250 മതി. അത് പനങ്കൽക്കണ്ടം പൊടിക്കാത്തത് വാങ്ങണോ? ഷുഗർ പൗഡർ വെർജിൻ നെയ്യ് കൊടുക്കുമല്ലോ ചിലർ, അതെനിക്കറിയില്ല ഇപ്പോൾ കൊടുക്കുമോന്നുള്ളത്. എനിക്ക് ഇത് നമ്മൾ പൊടിക്കാത്ത വരുമ്പോൾ എങ്ങനെയാ?
അല്ല ഇപ്പോൾ നമ്മൾ പൊടിക്കാത്ത വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പൊടിക്കുവാണോ അത് എന്തെങ്കിലും ഉരുക്കിയിട്ട് മിക്സ് ചെയ്ത് ചെയ്യാം. എല്ലാരും അങ്ങനെ ചെയ്യാറ്. കൽക്കണ്ട് ഉരുക്കിയിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് വീട്ടിൽ പൊടിക്കാം, മിക്സിയിൽ പൊടിക്കാം. ക്രിസ്റ്റലായതുകൊണ്ട് നമ്മൾ ഒരുപാട് പൊടിച്ചു കഴിഞ്ഞാൽ ബ്ലേഡ് കംപ്ലൈന്റ് ആവും. നമ്മളിപ്പോ ഈ പൗഡറിംഗ് ഉള്ള പ്രോസസ്സിൽ മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ. വീട്ടിൽ പൊടിച്ചു കഴിഞ്ഞാൽ ബ്ലേഡിന് ഇതിപ്പോ ഇരുന്നോളൂ കുറച്ച് നാള്. 6 months ഉണ്ടല്ലേ? അല്ല ഇത് പെട്ടെന്ന് തീരാൻ ചാൻസ് ഇല്ല, കുറച്ചല്ലേ കൊടുക്കൂ. ഇത് പിന്നെ നമ്മൾ കണ്ണങ്കായ ഇതിന് റേറ്റ് പറയണോ? പുള്ളി പറയണ കിട്ടിയായിരുന്നു റേറ്റ്. പൊടി മേടിച്ചു. ഇത് ഞങ്ങൾ പൊടി വാങ്ങിച്ചു. ഞങ്ങൾ റാഗി മാത്രം വാങ്ങാനാണ് വന്നേ. പക്ഷെ അപ്പോൾ ഇവിടെ വന്നപ്പം കണ്ണങ്കായപ്പൊടിയും കൂടി വാങ്ങിച്ചു. പിന്നെ പനങ്കൽക്കണ്ടും കൂടി വാങ്ങിച്ചു. ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി എല്ലാവരും യൂട്യൂബിൽ ആഡ് ചെയ്യുന്ന കാണാം. അപ്പോൾ അതുകൂടെ വാങ്ങിച്ചു. പിന്നെ ഇനിയിപ്പോൾ പാത്രങ്ങൾ വാങ്ങാൻ പോവാം. പാത്രം വാങ്ങാൻ പോത്തീസി അവന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അവന് പുതിയ ഗ്ലാസ്, പുതിയ സ്പൂണ്, പുതിയ പാത്രം. അപ്പം ഞങ്ങളിപ്പോൾ പോത്തീസി വന്നേക്കാണ് തക്കടൂരിനുള്ള സാധനങ്ങൾ വാങ്ങാം. പിന്നെ ഇവിടുത്തെ കൊച്ചിയിൽ മറ്റെല്ലാ മാളുകളെ അപേക്ഷിച്ചൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ പാർക്കിംഗ് ഫീ അവരെടുക്കില്ല കേട്ടോ. ഇത്രയും വിശാലമായിട്ടുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നൊരു സംഭവമേ വാങ്ങാറില്ല. ബാക്കി എല്ലായിടത്തും നമ്മളൊരു എവിടെ ചെന്നാലും ഈ കൊച്ചിയിൽ എവിടെ വന്നാലും പാർക്കിംഗ് ഫീസ് ഇല്ലാത്ത സ്ഥലമില്ല. അതില്ലാത്തൊരു സ്ഥലം പോത്തീസ് മാത്രമേ ഉള്ളൂ. എത്രാമത്തെ ഫ്ലോർ? താഴെ ഉണ്ട്. പക്ഷേ താഴെ ഉണ്ടോ പാത്രങ്ങളുണ്ടോ? ഇതിന്റെ മേളിൽ മാത്രമുണ്ട്. പോത്തീസ് ഓണം വൈബോണം. ഇത് ഇങ്ങനെ കയറ്റി ഇത് ചെയ്യാൻ പറ്റുമോ അതോ അഡ്ജസ്റ്റിംഗ് ആണോ? ഓക്കെ, മീഡിയം സൈസ് കൊടുക്കാൻ. അവന് ഇതാകുമ്പോൾ വീട്ടിലൊക്കെ ഇതുപോലെ നല്ല നല്ല ക്ലോത്താണത്. നല്ല സോഫ്റ്റാണ് കണ്ടോ. ഇത് മീഡിയം ആണോ? മീഡിയം ഭയങ്കര സോഫ്റ്റ്. ഇതിന് റേറ്റ് അധികമില്ല. ഇത് ഒരെണ്ണത്തിന് 106 രൂപ. ഇത് 106 രൂപ വരും. ഇത് മീഡിയം ആണോ ഇതാണോ? അവൻ്റെ സൈസ് വലുത് നോക്കി മനസ്സിലാവുന്നില്ല. ഇട്ട് നോക്കാനും പറ്റില്ല. മീഡിയം അല്ലേ? മീഡിയം എത്ര വരെ ഉള്ളതാ? അല്ല, എത്ര 1 year വരെ ഇടാം മീഡിയം. അപ്പം അത് മതിയാവും. ഇത് വലുതായിരിക്കും അല്ലേ? എന്നാൽ അത് മതി. ഇത് മാറ്റി എടുക്കുമോ? പിന്നെ ജസ്റ്റ് നമ്മൾ വീട്ടിൽ ചെന്ന് ഒരെണ്ണം വെച്ചിട്ട് ഇനി പറ്റിയില്ലെങ്കിൽ റിട്ടേൺ ഇതുണ്ടാവില്ല, എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. ഇതൊക്കെ ഇത് എങ്ങനെയാ ഒരു പാക്കറ്റായിട്ട് വരികയാണോ? ആണോ? ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാനും വെച്ച് നോക്കാൻ പറ്റുമോ? എന്നാൽ ഓക്കെ, വെച്ച് നോക്കാൻ പറ്റൂടാ. കെട്ടുന്നേ ഉണ്ടല്ലേ? എന്നാൽ പിന്നെ ഇതെത്രയാ? സെയിം റേറ്റ് തന്നെയാണോ ഇത്? ഇവിടെ കെട്ടുന്നേ നോക്ക് 93 രൂപ. കെട്ടുന്നല്ലോ മറ്റേ. ഇത് കെട്ടുന്നതല്ലേ നല്ലത്. ഇത് അവൻ വലിച്ചിളക്കി കളയും. ഇത് ഇളക്കി കളയാ അവനക്കിപ്പോൾ കെട്ടുന്ന മതി. ഡിഫറെന്റ് കളർ എടുത്തോ വേറെ വേറെ? ഇത് ലാർജ് അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ? അല്ല, ഈ കെട്ടുന്ന ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ. ഇതാള് ഇളക്കി കളയും, അതാ ഒരു പ്രശ്നം. കാലകത്തി വെക്കണ്ട, അതിന് നല്ല അകൽച്ചയുണ്ട്. എന്റെ പൊന്നോ, ഞാൻ വെക്കുന്നില്ല. വെറുതെ അവനെ കളിപ്പിക്കാൻ വേണ്ടി വെച്ച. ദേണ്ടറി ഇവിടെ അത്യാവശ്യം ഇഷ്ടംപോലെ ക്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ക്യാപ്പ് തപ്പി എല്ലാ പിള്ളേരുടെ കടയിലും കയറി.
ഇവിടെ ബൗള് മാത്രം. ആ ബൗള് വേണം. ഫുഡ് നമുക്ക് പുറത്ത് പോകുമ്പോൾ അടച്ചുകൊണ്ട് അത് അടിയിലുണ്ട് മറ്റേ കുറുക്ക് കൊടുക്കേ. സ്റ്റീലാണോ അടിയിലുള്ളേ? ആ സ്റ്റീല്. ചൂട് തട്ടാത്ത പുറത്ത് ചൂട് തട്ടാത്ത ഉണ്ടോ? ആ അല്ല, പുറത്ത് കുഞ്ഞു പിടിച്ചാലും ചൂട് വരാത്ത ഉണ്ടോ? കാസറോള് അതുണ്ടോ അപ്പോ താഴെ? അതില്ല, ഇതെടുത്തു. ആ പുറത്ത് വരത്തില്ല. എത്ര ഇത്? 295 ഉണ്ട്. എടുത്തോ, വേണമെങ്കിൽ മേടിച്ചാൽ പോരെ. ആ അത് എടുത്തോ. ബില്ലിങ് ഇവിടെയാണ്. കളർ വേറെ ഏതാള്ളേ? പിങ്ക് എടുത്തു. മഞ്ഞ മതി അവന്. അല്ല മഞ്ഞ മതി അവന്. കളർഫുള്ളാണ് ഇഷ്ടം. ഇതിന്റെ ബില്ലിങ് ഇവിടെയാണോ അടിയിലാണോ? ഇവിടെ തന്നെയാണ്. ഡ്രൈ ഷീറ്റോ? അല്ല, നമുക്ക് മേളിൽ നിന്ന് പാത്രം കൂടി എടുക്കാനുണ്ട്. ഒരുമിച്ച് ബില്ലടയ്ക്കാൻ പറ്റുമോ? ഇതിപ്പം വാങ്ങണോ? ഒരെണ്ണം വേണം. കളർഫുൾ ഉണ്ടോ? കളർഫുള്ളാണ്. നീല എടുത്തത്. ഈ ഇതൊക്കെ എടുത്ത്. യെല്ലോ വേണ്ട. ഇതൊക്കെയോ? ഈ കളറൊക്കെയോ? നീലയൊക്കെ. ഇത് ഏതാ? വലിയ സൈസാണോ? മീഡിയം. മീഡിയം എത്ര വലിപ്പം ഉണ്ടാവും അപ്പോൾ? നമ്മൾ വാങ്ങണ വലിപ്പം തന്നെ. ഓക്കെ, മതി മതി. അല്ല നോക്കണ്ട, മനസ്സിലായി. കളർ അത് മതി. കളർ ഇത് മതിയോ? ഇതെടുത്തോന്നോ? വയലറ്റ് ആവുന്നില്ല. ബ്ലൂ അതെന്താണ്? പിങ്കും റെഡും അവനുണ്ട്. ഇതെടുത്തോ. ചെറുതാണോ? ഓക്കെ. എന്നാ അത് മതി. മീഡിയം അല്ലേ? അല്ല ഇത് മതി. കുറച്ചുകൂടെ കളർഫുള്ളാണ്. അതാകുമ്പോൾ കളിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. സ്പൂണ്, ടൗൾസ് എല്ലാം ഉണ്ട്. ടൗൾസ് ഇതല്ലേ? അതൊക്കെ എങ്ങനെ? ഇതെങ്ങനെയാ? ക്യാപ്പുള്ള. ക്യാപ്പുള്ളതൊക്കെ എത്ര വരും? കുറഞ്ഞതോ? എന്താണ് അങ്ങനെ? എന്നാ അവിടുന്ന് പാത്രം കൂടി വാങ്ങണം. ഇങ്ങനെയുള്ള ഒന്നും ഒന്ന് കാണിച്ചു തരേ. എത്രയാവും? നല്ല വലുതാണല്ലേ? ഇങ്ങനെ കഴുത്തിൽ കെട്ടി വെക്കണതല്ലേ? അല്ല, ഇതിന്റെ കുറച്ചുകൂടെ ചെറുത്. ഇത്രയും വലുത് വേണോ? അല്ലേ? വലിയ കുട്ടിയല്ലേ? ഈ കുട്ടി വേണ്ടേ? ഇല്ലേ, അത്യാവശ്യം. മറ്റേ ഇവന് വേണ്ട ഇപ്പൊ മറ്റേ ഭക്ഷണം പറ്റാതിരിക്കാനുള്ള വലിയ സാധനം. എന്നാ ഇതിപ്പം വേണ്ട. അതുണ്ട്. ഇത് കളർഫുള്ള്, നല്ല സോഫ്റ്റ്. അത് കിടക്കാനൊക്കെ. ഇത് വേറെ ഏതാ കളറുള്ള? കളർഫുള്ളുണ്ടോ? നല്ല കളർഫുള്ള്. ബ്ലൂ അല്ല, ഈ പിങ്ക് ഒക്കെ വരുമ്പോൾ യെല്ലോ അല്ലെ പിങ്ക് ഇതൊക്കെ. ഇത് മതി. ഇതെടുക്കട്ടെ. ഈ വലിയ സൈസ് ഉണ്ടാവോ? ഇത് എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. പിന്നെ വലിയ ടൈപ്പ് നേരത്തെ മൊത്തം വീഴാത്ത ടൈപ്പ് അങ്ങനത്തെ വരുമോ? മറ്റേ ഏപ്രിൻ പോലെ. അത് തന്നെ. അത് ഈ കുട്ടിക്ക് പറ്റൂലേ? ഉടുപ്പ് പോലെ ഉണ്ടല്ലേ? ഇത് വേണോ ഇപ്പോ? ഒരെണ്ണം എടുത്തോ, എന്നിട്ട് നോക്കിയിട്ട്. എന്നാ ഒരെണ്ണം ഒന്ന് ടെസ്റ്റ് അടിച്ചിട്ട് വാങ്ങാം.
ഏതാ നല്ല ഏതാടാ ഇഷ്ടപ്പെട്ടെ? ഇപ്പോൾ എടുത്തെടുത്തു. ഇതോ? ഇത് മതി. പ്ലാസ്റ്റിക് ആണോ? കിടന്നോളുവോ ദേഹത്ത്? അതെടുത്തു. ഒരെണ്ണം നോക്കിയിട്ട് വാങ്ങാം. നീല കാണിച്ച്. അവനത് ഇഷ്ടപ്പെട്ടു. എന്നാ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെ? കൂട്ടു കൈവിട് മോനെ. ഓ തലേണ വലുതുണ്ടടാ ഇവിടെ. ഇനിയിപ്പോ അവനെ തലേണ ശീലിപ്പിക്കണം. 60 രൂപ തലേണ വെച്ച് കൊടുക്കണമെന്ന്. 60 രൂപയോ? ഓഫറാണോ? 245 ഓഫറാണ്. 60 രൂപ. ഇത്രയും വലിപ്പേ വരുന്നുള്ളൂ. അതല്ല ഈ കട്ടി കൂടുതലുള്ള വല്ലതും ഉണ്ടോ? കട്ടി കൂടുതലുള്ളത് തലേന്ന് പോകും. ചപ്പാത്തി പോലെ ഉണ്ട്. വേറെ ഉണ്ടോ? അത് ഓഫർ റേറ്റ് ആണ്. ഇത് ചെറുതാ നടക്കൂല. ആ സൈസ് സാധനം. അതിനെത്ര പറഞ്ഞു? സോഫ്റ്റ് ഉണ്ടോ കുറച്ചുകൂടെ? ഇത് കുറച്ച് ഇനി ആ പാത്രം അടയ്ക്കുന്നതിന് മുമ്പ് അത് വാങ്ങണം. ഇങ്ങനത്തെ അവൻ വെക്കൂലടാ. പോവും തല ഇങ്ങനെ ആക്കുമ്പോൾ. അല്ല മറ്റേ കയ്യിലിരുന്നത് ഇത് വേണ്ട. അത് ഭയങ്കര സോഫ്റ്റ് അല്ല. ഇത് എത്ര റേറ്റ് വരുന്നേ? അവനെ കണ്ടോ? ഏത് വേണ്ട കുറച്ച് ഇതൊന്നും അതിലും നല്ലത് അത് തന്നെ. ഈ ടൈപ്പ് സാധനം തന്നെ കട്ടിയുള്ളത് കിട്ടണമെങ്കിൽ. കട്ടി എന്തിനാ? തല പോവില്ല അവൻ്റെ. അതൊന്നും ഇരിക്കൂല. അത് വേണമെങ്കിൽ വെറുതെ എടുത്തോ. മറ്റേ ചിങ്ങമ്പുലി അല്ല, അത് തൽക്കാലത്തേക്ക് കൊണ്ടുപോയിട്ട് നോക്കാം. അതിന് സെറ്റാണോ? ഇത് മതിയല്ലോ. കട്ടി മതി തല വെക്കാൻ. അവനൊന്നാമത് തലേണയിൽ തല വെക്കൂല. പൊക്കം മതി. ഇഷ്ടായി? ഇഷ്ടായില്ലേ പൊന്നു? ഇഷ്ടായി. എൻ്റെ കൊച്ചിന് ഇഷ്ടായി. വായിൽ വെക്കല്ലേ? വായിൽ അങ്ങനെ വലിച്ചെടുക്കാതെടാ. എൻ്റെ മുടിയുടെ അതൊരെണ്ണത്തിൽ എത്ര ഉണ്ട്? കൈ വേണ്ട. ഇങ്ങനത്തെ തന്നെ. പക്ഷെ ഇത് തന്നെ മാത്രമേ ഉള്ളതുണ്ടോ പാക്കറ്റായിട്ട്? കൈ വേണ്ട. എന്നാ കുഴപ്പമില്ല. സോക്സ് ആയിട്ട് എവിടെ? അതുപോലെ തന്നെ അത് മതി. മറ്റേ പോപ്പീസിന്റെ കയ്യിലില്ലേ? എന്നാ ഇങ്ങനത്തെ തന്നെ മതി. അത് ഷൂസ് ടൈപ്പ് വേണം. ഇതല്ലേ ഞാൻ നോക്കാൻ വന്നു. വേണ്ട, അതും സോക്സ് ടൈപ്പ്. എന്നാ ഇവിടുന്ന് ബെല്ലടിച്ചിട്ടും വേണോട്ടോ. വേണ്ട. നമ്മള് ഇവിടെ ഇത്രയും കുട്ടികളുടെ മാത്രമായിട്ടൊരു ഫ്ലോറിൽ ഇത്രയും കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടോ. ഈ സ്പൂണാണല്ലേ? വേണ്ട, സ്റ്റീലിൻ്റെയാ വേണ്ട. ഔൺസ് പിള്ളേരുടെ ഔൺസ് സ്പൂണാ അങ്ങനെ വല്ലതും ഉണ്ടോ? മെഷറിംഗ് സ്പൂൺ ഇല്ല. ഓക്കെ. കാലമായിട്ടല്ല, പാൻ ചരുവം അങ്ങനെ പരന്ന പാത്രമാണ് വേണ്ടത്. അതിനത്ര ചായപാത്രം അടിയിൽ 200 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. കട്ടിയുള്ള സാധനം.
ആ ഞാൻ പറഞ്ഞല്ലോ പോത്തീസ് വിലക്കുറവാണ്. അപ്പോൾ ഇതിന് 570. എന്നാ റേറ്റോ? ഉരുളി വേണോ? അവന് ചെറുത് പോരെ. ചെറുത് പോരെ? ഇത് ഇൻഡക്ഷൻ അല്ലേ? ഇത് എത്ര റേറ്റ്? 100 ரேட்டு வந்து 378, டிஸ்கவுண்ட் ப்ரைஸ் 189. ആ ഓക്കെ. ഡിസ്കൗണ്ട് ആണ് 189. 189. ഓക്കെ കിട്ടോ. ശരിക്കുള്ള പ്രൈസ് 378. ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. നല്ല എല്ലാം ഡിസ്കൗണ്ട് ഉണ്ടോ അപ്പോൾ ഇത്? எல்லாமே எம்ஆர்பியில் டிஸ்கவுண்ட். ഓ അപ്പോൾ ഇതൊക്കെ 800 സംതിങ് ആണല്ലേ? എടാ ഇതിൻ്റെ ഇച്ചിരി വലുത് വേണോ? പിടിയുള്ള ടൈപ്പ് വേണോ? എവിടെ? പിടിയുള്ള ടൈപ്പ് ഉണ്ടോ പരന്നതിൻ്റെ? 245, ഡിസ്കൗണ്ട് പ്രൈസ് 449. ഓക്കെ, ഇതിൻ്റെ പിടിയുള്ളതുണ്ടാവോ? ഇതിലെയോ? 299 അടപ്പൂടുള്ള തരം തരം. നീ അതൊന്ന് ഷൂട്ട് ചെയ്തോളൂ, ഞാൻ കൊടുക്കാം. ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ എടുക്കാനോ? പറഞ്ഞാൽ മതി. 10% ഡിസ്കൗണ്ട്. 405. അപ്പോൾ എത്ര ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര? 360. ഇച്ചിരി കൂടെ പരന്നതുണ്ടാവോ എന്നുവെച്ചാൽ ഇത്രയും അങ്ങോട്ട്? എൻ്റെ സോഫ ഇല്ല ഇവിടെ. തരാ. അടപ്പിങ്ങിതാ. എവറിത്തിങ് ഈസ് ഫോർ യു. നിനക്കല്ലാതെ അച്ഛ വേറെ ആർക്കും കൊടുക്കൂടാ. പിന്നെ എന്തിനാ ഈ ബഹളം വെക്കണേ? ഞാൻ ഇപ്പം എടുത്തില്ലേ, അതിൻ്റെ തന്നെ പരന്നതുണ്ടെങ്കിൽ. നീ ഉദ്ദേശിച്ച് ഇങ്ങനത്തെ സ്പൂണാണോ? ആ അതിനെത്ര? 199. ഒരെണ്ണത്തിന് 15 അടിയിൽ. അതിനും കൂടെ ക്വാളിറ്റി കുറവാ. നല്ല കട്ടിയുണ്ട്. ഇവന് അങ്ങനത്തെ സ്പൂൺ വേണ്ടേ വായിലൊക്കെ? എന്ത് കട്ടിയുള്ളതോ? അതല്ലടി, സ്പൂൺ വേണ്ടേ ഇവന്? ആ എന്നാ അതെടുത്തോ. അതിന് ഇത്രയൊന്നും വേണ്ട. പറഞ്ഞ ഇത് എത്ര? അത് ഓരോന്നും ഇവൻ കളയൂലേ? 605. ചെറുതില്ലേ ഇതിൻ്റെ? ആ അതിൻ്റെ ചെറുത് ഇതാണ്. ഞാൻ നേരത്തെ എടുത്ത മാതിരി പരന്നതില്ല അല്ലേ? എന്താണ്? സെപ്പറേറ്റ് അടപ്പുണ്ടായിരുന്നു. അടപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ അടപ്പുള്ളതൊക്കെ കിടന്നത്. ഇത്തിരി കഷ്ടമാണ് എൻ്റെ കാര്യം. ഇത് സെയിം അല്ലേ? ഞാൻ ഇപ്പം എടുത്തതും അതും സെയിം അല്ലേ? മറ്റേ പിടിയുള്ള എടുത്തോ. പിടിയുള്ള ഉണ്ടോ? ആ മണ്ണിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന. അടപ്പ് എത്രയാണ് വരുന്നത്? 90. ഓക്കെ. അതിനെ സെറ്റ് ചെയ്ത് തരാം. ഇല്ലാത്തതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്താൽ ഇവിടെ തരുന്നത് അല്ലേ? അടപ്പിൻ്റെ കൂടെ ഇത് സെറ്റ് ചെയ്ത്. അതല്ല, ഇത് സെറ്റ് ചെയ്താൽ തരുന്നത്. കൈ വിടറോ? അതെന്തിനാ? അത് മറ്റേ ഫ്രയറാ. അരിപ്പ ഉണ്ടെങ്കിൽ മതി. അരിപ്പയല്ലായിരുന്നു? അതെ അതെ അരിപ്പയാണ്. സോറി, ഞാനിത് അരിപ്പയാണെന്ന് വിചാരിച്ചു. ഡീപ് ഫ്രൈ. യുവർ മമ്മി തിങ്സ്. ഇത് കൊള്ളാലോടാ കുട്ടിക്കലോ. ഇവന് ചോറ് വെച്ച് കളിക്കാൻ വേണമെങ്കിൽ. കുട്ടിയാണ്, പക്ഷെ 300 രൂപയുണ്ട്. അവനത് വെച്ച് നമ്മൾ അറിയും. ഇവിടെ നല്ല എല്ലാ ടൈപ്പ് പാത്രങ്ങളുടെ നല്ല കളക്ഷൻ ഉണ്ട്. ഓഫറുണ്ട് നല്ല രീതിയിൽ കേട്ടോ. ഇപ്പോൾ
കാരണം 600 രൂപയുടെ സാധനം പകുതി 300 അങ്ങനെ ഓഫർ ഉണ്ടല്ലോ. കഴിഞ്ഞ എന്നിട്ടാണ് മറ്റേ കുട്ടിക്കലം ഇപ്പോഴുള്ള ഓഫറാണോ, ഓണം ഓഫറാണോ അതോ? തുണിതാ അവൻ്റെ നാപ്പ്. പേഴ്സ് എന്ത് എനിക്കറിയില്ല, നീയല്ലേ കൊണ്ടുപോകണം. സിംഗിൾ മതി. എത്രയോ ഒരെണ്ണം? അതല്ല, കുട്ടി ഇത്രയും കുട്ടി വേണം ഈ കുട്ടിക്ക്. ഒരെണ്ണം 15. ഇല്ല, താഴെ ഇത്രയും കൂടെ ക്വാളിറ്റി പറഞ്ഞു. ആണോ? നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് മതിയോ? അത് വലിപ്പം നോക്കി. വലുത് വേണം. അത് മതി. കുഞ്ഞു വായല്ലേ, ഇതൊരു തീരെ കുഞ്ഞാവൂലേ? 3 ഒരു ഫോർക്ക് കൊടുത്തു. ഇത് പോരേടി. ഇത് മതി. ആ അതൊരു 3 എണ്ണം എടുത്തോ. ആ ആ നീളം ഉണ്ടോ സ്പൂണ്? നീളമല്ലേ ഡിസൈൻ? ആ ഡിസൈൻ ഉണ്ട്. ഇതും ഒന്ന് സെയിം റേറ്റ്. അപ്പം ഇതെടുത്തോ. ഇതൊരു 3 എണ്ണം വേണോ? ആ 3 എണ്ണം എടുത്തു. ഫോർക്കില്ലേ? എന്തിനാ എന്തിനാ? കീഴേ ഇരുന്നത് ചിന്നത്. അതെന്തിനാ? അവന് ഫ്രൂട്ട്സൊക്കെ കഴിക്കാറായില്ലല്ലോ. അത് ഈ ഇതൊക്കെ വെച്ച് കൊടുക്കണോ? ആ വേണ്ട വേണ്ട, സോറി. നമ്മൾ നോർമലായിട്ട് കുഞ്ഞു വിളിച്ചാൽ ആ ഇപ്പം വേണം. അല്ല ഇപ്പം വേണ്ട. അത് നമ്മൾ നോർമൽ രീതിയിൽ ഫീഡ് ചെയ്തിട്ട്. പിന്നെ കുഞ്ഞ് ഗ്ലാസ് വേണം. ആ സ്റ്റീൽ ഗ്ലാസ്. ഓഫർ ഉണ്ടായിരുന്നു ഇവിടെ. ഒന്ന് തുറന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു പാത്രത്തിൻ്റെ അവിടെ പോകാൻ. ഇടിച്ച് ഞാൻ സെറ്റ് നല്ല സാധനം. റിട്ടേൺ എടുക്കുമോ മറ്റേത്? എനിക്കറിയില്ല, ചോദിക്കും. അതെ, നമ്മൾ താഴേന്ന് ഒരു ഇതുപോലത്തെ സെയിം ഒരു പാത്രം വാങ്ങിച്ചായിരുന്നു. അത് റിട്ടേൺ എടുത്തിട്ട് ഇത് എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കാൻ പറ്റും. എടുക്കാം അല്ലേ? എന്നാൽ അത് റിട്ടേൺ அந்த பில்லை അവിടെ കൊടുത്ത് എക്സ്ചേഞ്ച് பண்ணி திரும்ப எடுத்து வந்து மாற்றி. അപ്പോഴത്തേനും അടയ്ക്കൂലേ? മാറാது. സെപ്പറേറ്റ് ബില്ല് തന്നെ. അവിടുന്ന് തന്നെ റിട്ടേൺ എടുക്കണോ വേറെ എന്തെങ്കിലും? റിട്ടേൺ എടുത്താൽ ശരി, അത് നാളെ വന്ന് ഞാൻ വന്ന് മേടിച്ചോളാം. ആ എൻ്റെ പേഴ്സൊക്കെ ഇത് മാതിരി വേറെ എടുക്കാം. ഇത് പ്ലാസ്റ്റിക് ഒന്നും വേണ്ട. അത് ഇന്നൊരു സ്റ്റീൽ ഉള്ളിൽ സ്റ്റീലാണ്. ഹാർഡ് പാക്ക്. ഇതൊക്കെ എത്ര വരും? കാസറോൾ തന്നെ. എത്ര വരും? അതാകുമ്പോൾ ഫ്രൂട്ട്സ് മണ്ടേ വെച്ചിട്ടല്ലേ? റേറ്റ് 410, ഡിസ്കൗണ്ട് പ്രൈസ് 365. ഫ്രൂട്ട്സ് ഒന്നും മണ്ടേ വെക്കാൻ പറ്റില്ല. മിൽട്ടൺ ബ്രാൻഡ്. ചെറുത് ഇത് മിൽട്ടൺ അല്ലേ? ഇത് മിൽട്ടൺ അല്ല, ഇത് ജോയോ ബ്രാൻഡ്. അല്ല ഇതല്ലേ അവന് ആപ്റ്റ് സാധനം. ആ കറക്റ്റാ, മിൽട്ടൺ. മിൽട്ടൻ്റെ. ഇതെന്തായാലും മേടിച്ചു, മറ്റേത് റിട്ടേൺ ചെയ്തപ്പോൾ. ഇതിപ്പോൾ മേടിച്ചിട്ട് മറ്റേത് റിട്ടേൺ കൊടുത്തിട്ട് ഫണ്ടായിട്ട് തിരിച്ചു കിട്ടൂലേ? ഫണ്ടായിട്ട് തിരിച്ചു കിട്ടൂലല്ലോ, സാധനമായിട്ട് വാങ്ങണം. എന്നാൽ അതവിടെ വെച്ചോ, ഞാൻ സിംഗിളായിട്ട് മേടിച്ചോ. തേർഡ് ഫ്ലോർ കിഡ്സ് സെക്ഷൻ. കിഡ്സിൽ 10:30 വരെ ടൈം ഉണ്ട്. ഉണ്ടല്ലേ? എന്നാൽ ഇന്ന് തന്നെ മാറി. ആ ബാക്കി പർച്ചേസ് പണിയിട്ട് ബാക്കി പർച്ചേസ് ചെയ്ത് ക്ലാസ്. കാരണം രണ്ടിടത്ത് 2 ബില്ലല്ലേ? ആ സ്മോൾ സൈസ്. രണ്ടിടത്ത് 2 അല്ലേ ബില്ല്? പിടിയുള്ള ആ കപ്പ് മോഡ്. ആ ചെറുത് സ്റ്റീല്. ആ ഏതുണ്ട്? ഇത് നമുക്ക് വേണം. 40 10 രൂപയുടെ ബില്ല്. ഇതെല്ലാം 15. ഇത് മതിയാ? മറ്റേ ഇത് വേണ്ടേ? ഏതാ? ഇത് നമുക്ക് വേണം. ഇത് അവനാണോ? ഇത് നമുക്ക്. ആ അവന് വേണ്ടല്ലോ. അവന് വേണമെങ്കിൽ എടുത്താൽ എന്തെങ്കിലും പിഴിയാനും ജ്യൂസൊക്കെ കയ്യിൽ നിന്ന് തന്നെ ഉടച്ചു കൊടുക്കും. ഇതൊക്കെ നല്ലതല്ലേ? ഓക്കെ. ആ
നീ നോക്കുവോ? ഞാൻ ക്ലാസ് ഒന്ന് എടുക്കട്ടെ. ആ അത് എത്ര റേറ്റ് വരുന്നേ? വേണ്ട ജ്യൂസ് കുടിക്കാൻ തുടങ്ങുമ്പോൾ ഈ ചെറിയ ജ്യൂസറൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കും. 445 445. അത്രയുണ്ട്, അത് ഞാൻ പറഞ്ഞേ. ഇത് 2 എടുത്താൽ പോരെ? മതി. ഈ വിളമ്പ് കട്ടി അല്ല മറ്റേ കപ്പില്ലേ ഇവന് പിടിച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് കീഴേ എടുക്കാം 3rd ഫ്ലോറിൽ. അല്ല ഇത് വാങ്ങട്ടെ, വെള്ളമൊക്കെ കുടിക്കുന്നത് മതി. കൊഞ്ചം പൊറുങ്ക് തമ്പി. ആ ഫീഡിങ് ബോട്ടിൽ അതിലെങ്ങനെയാ വെള്ളം കുടിക്കണം? ഇത് തേവയില്ലേ ഗ്ലാസ് മാതിരി വേണം. ഡബിൾ സൈഡ് വരുന്നില്ല, ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇതെടുക്കണോ ക്ലാസ്? അതോ എവിടെയായിരുന്നു പിന്നെ ക്ലാസ് കാണിച്ച്? ഗ്ലാസ് അവിടെ ഇട്. അല്ല പിന്നെ ഇത് ഇങ്ങനത്തെ വേണോ? ആ അതുപോലെ. ഏതാ അവന് വായില്? അല്ല ഇതുള്ള നല്ലത്. ഇതാ നല്ലല്ലേ? ഇത് വേണോ? ഇത് അത് പറഞ്ഞെടുത്തു. വേഗം പറ. എന്താന്ന് വെച്ചാൽ അവന് ഹോൾഡ് ചെയ്ത് കുടിക്കാനാണ്. അതിപ്പോ ഏതാണെങ്കിലും അവൻ കുടിച്ചോളൂ. ഇതാണെങ്കിലും പിടിച്ചോളൂ, അതാണെങ്കിലും പിടിച്ചോളൂ. എന്നാ ചെറുതാ. കാരണം ഇത് പിടിക്കാൻ കറക്റ്റ് ഇങ്ങനെയൊക്കെ പോകും. അതാകുമ്പോൾ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. ഇത് എത്രയാ? 60. ഇത് എത്രയാ? ഇതോ? അല്ല ഇത് ഇച്ചിരി വിളമ്പ്. ഇത് പോരെടാ? നോക്കി മതി. നോക്ക്. മതിയോ? കട്ടിയുണ്ടെന്ന്. ഇത് വേണോ? ഇത് വേണോ? ഏത്? അത് വേണ. ഏതാ വേണ്ടെന്നേ? ഒന്നുകൂടെ ബെറ്റർ. ഇത് അല്ല ബെറ്റർ അതാണോ? അതാണ് ബെറ്റർ. അതെടുത്തു. ഒരു സ്റ്റീൽ പാത്രവും കൂടി വേണം കുഞ്ഞിന് ഫുഡ് കഴിക്കാൻ. എൻ്റെ ഫുഡ് കൊടുക്കാനാ? ഈ ടൈപ്പ് മതി അതോ പരന്നത് വേണം? റാഗി കൊടുക്കാൻ. അതെടുത്തു. അതല്ല പക്ഷെ അത് അത്രയ്ക്ക് കുഴിഞ്ഞല്ലെങ്കിൽ അതൊന്ന് തട്ടിക്കളയും. അതാ ഇത് കുഴിഞ്ഞല്ലേ നല്ലേ? എല്ലാം കൂടി പിടിക്കാൻ കൈ കുറച്ചേരം വേണം പിടിക്കും. ഞാൻ എടുക്കാം. മറ്റേത് അതിന് റേറ്റ് കുറവ്. അത് മതി. വിട്ടോ? മറ്റേത് മതി. ഇങ്ങനത്തെ വേണോ പരന്നത്? വേണ്ട. കുഴിയ പരന്നത് എടുത്തോ. പരന്നത് അവിടെ ഉണ്ടോ? നീളമുള്ളത്. എൻ്റെ ഒരു ട്രോളി അതിൻ്റെ ഓക്കെ. അതിൻ്റെ ഒരു സ്റ്റീൽ പാത്രം അത് കൊടുക്കും. അടയ്ക്കാറായപ്പോഴാണ് വന്നത്. അതാണ് ഇത്ര തിരക്കിട്ട് എടുക്കേണ്ട പറഞ്ഞത്. കൊള്ളാലോ? ഇതൊരെണ്ണം വേണം. ഇതിൻ്റെ ഇച്ചിരി കൂടെ വലുത് വേണ്ടേടാ? വലുതെടുക്കട്ടെ ഇച്ചിരി? ഇതിൻ്റെ വലുതുണ്ടോ കുറച്ചുകൂടെ? ഇതാണോ ഏറ്റവും വലുത്?
സെയിം സൈസ്. ഓക്കെ. എടാ എൻ്റെ ഒന്ന് തരുമോ? അവനൊരു കുപ്പി വാങ്ങണം വെള്ളം കുടിക്കണം. പുറത്ത് പോകുമ്പോൾ വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കുക. സ്റ്റീലില്ലേ? ഇതിൻ്റെ സ്റ്റീലൊന്നുമില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വാങ്ങണം. അതവൻ പിടിക്കുമൊന്നുമില്ലടി. ഇതാണെങ്കിൽ അല്ല, ഇവന് പിടിക്കാൻ പറ്റൂല. അല്ലെങ്കിലും ഇത് കുറച്ച് കഴിയുമ്പോൾ അവൻ പിടിച്ചോളൂ. തറയിടൂടാ. ഇതാകുമ്പോൾ വെളുമ്പൊക്കെ ഉണ്ട്, ഇച്ചിരി പിന്നെ യൂസ് ചെയ്യാം. ശരി. ഇത് തൽക്കാലം യൂസ് ആയിപ്പോ. ചോറൊക്കെ കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാം. 119. ഇത് രണ്ടും ഇതെടുക്കണ്ടേ? കുപ്പി പ്ലാസ്റ്റിക് അല്ലാതെ വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ? അതേ ഇരിക്കുന്നു. സ്റ്റീൽ. ഓക്കെ. എവിടെയാ ചിന്നത്? അതെവിടെ ചിന്നത്? ഇതൊക്കെ റേറ്റ് എത്ര? ഇതിൻ്റെ ചെറുതുണ്ടോ? 520 ഉണ്ടോ? അത് കൊള്ളാലോ. സ്ട്രോ എങ്ങനെ കുടിക്കും അപ്പോൾ? സ്ട്രോ ഇപ്പുറത്ത് വരുമോ? അത് കൊള്ളാം. സംഭവം കൊള്ളാം. പക്ഷേ ഇത് സ്റ്റീൽ ഏതാ? മിൽട്ടൻ്റെ അല്ലേ? ഇത് സ്റ്റീലാണോ ഉള്ളിൽ? നല്ല കളർ കോട്ടിങ് ആണ്. പുറത്ത് കളർ കോട്ടിങ് ആണ്, ഉള്ളിൽ സ്റ്റീലാണ്. ഇതാണോ സ്റ്റാർട്ടിങ്? ഇതിലും ഇതുണ്ടോ കുറഞ്ഞ? ഇതൊക്കെ വരുമ്പോഴോ? അല്ല, ഇത് മതി. ഇത് സ്റ്റീലാണല്ലോ. നല്ല നല്ല സ്റ്റീലാണല്ലോ. ഇതൊക്കെ 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 ഇതോ? അത് മിൽട്ടൺ ആണോ? നല്ല ബ്രാൻഡാണോ? അത് എങ്ങനെയാ? അകത്ത് സ്റ്റീലാണോ? കളർ കോട്ടിങ്. എടാ, ഇതിൽ ഏതെങ്കിലും എടുക്ക്. സ്റ്റീൽ കുപ്പി എടുക്കുക അവന്. എന്ത് വെള്ളം അവന് നിറച്ചുകൊണ്ട് പുറത്തു പോകാനാ? കുടിക്കാൻ? കുടിക്കാൻ സ്റ്റീൽ എടുത്തു. കുഞ്ഞല്ലേ, തീരെ കുഞ്ഞല്ലേ. അതിൽ ഗ്ലാസ് ഇതുണ്ട്. അല്ല, ഗ്ലാസ് സെപ്പറേറ്റ് നമുക്ക് സ്റ്റീൽ തന്നെ കൊടുക്കാം. പ്ലാസ്റ്റിക് ഒന്നും ഇപ്പം ഇത് കൊടുത്തു തുടങ്ങണ്ട. ശരി, 10 രൂപ. ഇതെങ്ങനെയാ? ഇതിലേതാ നല്ല? ഇത് മിൽട്ടൻ്റെ 280. ഇത് 300. ഇത് സെർവൽ ഏതാ? ഇതുപോലെ ചെറുതുപോലെ. ചെറുത് മതി. ഇതെടുക്കാനോ? റേറ്റ് കുറവ് ഇതാണോ? 20 രൂപ വ്യത്യാസം. ഇത് ഇതേത്? മിൽട്ടൺ തന്നെയാണല്ലേ? അത് എത്ര വരും? കളറും 845. ഡിസ്കൗണ്ട് പ്രൈസ് 739. 739. വെള്ളം കുടിക്കുക മതി അല്ലേ? മറ്റേ പ്ലാസ്റ്റിക് എടുത്തോ അപ്പം നീ? അതിനാകെ 66 രൂപയുള്ളൂ. അത് അവിടെ ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ. പക്ഷെ അധികം പേടിയാണ്. പ്ലാസ്റ്റിക് ഒന്നും തിളച്ച വെള്ളമില്ലല്ലോ. ഓക്കെയാണ്. മറ്റേത് താഴേന്ന് ബില്ലടിച്ചായിരുന്നു. ഓക്കെ. 3rd ഫ്ലോർ ക്ലോസ് ആയിട്ടുണ്ടാവുമോ? നെക്സ്റ്റ് എന്നൊരു കാര്യം ഞാൻ പോയി മാറ്റിയിട്ട് വരാം. നീ എന്തോ മാറ്റി വാങ്ങുമോ അപ്പോൾ പകരം? എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും വരാം.
അല്ല ഞാനിവിടെ വന്ന എന്തെങ്കിലും യൂസ്ഫുൾ ഉള്ള എടുക്കുക. ആ എന്നാൽ പോയി നോക്കാം. ഈ കുഞ്ഞുങ്ങളുടെ ഈ കളറൊക്കെ ഉള്ളൊരു പാത്രം ഉണ്ടായിരുന്നില്ല, അതുണ്ടായിരുന്നില്ല. ഈ കുട്ടികളുടെ ഈ കളറൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു പ്ലേറ്റ് ഇല്ല, കിഡ്സിലും ഉണ്ടായിരുന്നില്ല. കിഡ്സിൽ അതുണ്ടെങ്കിൽ വാങ്ങാമായിരുന്നു. കിറ്റില്ല. ഇത് ഉള്ളിൽ സ്റ്റീലല്ലേ? ബ്രോ ബ്രോ ഇത് അകത്ത് തിളപ്പിക്കാൻ പറ്റുമോ? ഓക്കെ. പ്ലാസ്റ്റിക് അല്ലേ ഇത്? കുടിക്കാൻ അപ്പം ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ ഇത്രയും സാധനം തക്കടുവിന് വേണ്ടി വാങ്ങിച്ചു. തക്കടുവിൻ്റെ പാത്രങ്ങൾ, ഡ്രസ്സ്, തക്കടുവിൻ്റെ ചില്ലറ ചില്ലറ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. പക്ഷെ 10:30 ഇവിടെ ക്ലോസ് ആവും. കുറച്ച് സാധനം കൂടി വേണമായിരുന്നു, അത് ക്ലോസായി. 10:30 ബില്ലിങ് ക്ലോസായി, അതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. അതിന് വേറൊരു ദിവസം വന്ന് വാങ്ങാം. അപ്പം ഞങ്ങളും ഹാപ്പി, തക്കടും ഹാപ്പി. പിന്നെ ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ലേ, കാർ പാർക്കിങ്ങിന് പൈസ എടുക്കാത്ത പോലെ തന്നെ പോത്തീസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കവറിന് അവർ പൈസ എടുക്കില്ല. കവറിന് ഒരു 5 പൈസ എടുക്കില്ല. ബാക്കി ഇവിടെ എവിടെ പോയാലും കവറിന് പൈസ, ക്യാരി ബാഗ് വേണമെന്ന് ചോദിച്ചിട്ട് അതിന് ബില്ലടിച്ചിട്ടാണ് അവർ തരുന്നത്. ഇവിടെ അങ്ങനത്തെ 2 പരിപാടിയില്ല, പാർക്കിംഗ് ഫീയും ഇല്ല, കവറിനുള്ള പൈസയും ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോവാണ്. സമയം 11 മണിയെ. ബൈ ബൈ.